അതെ, നിങ്ങൾക്ക് ഒരു കംപ്ലൈന്റ് ചെയ്യണം, ഒരാളെ പറ്റി, ഒരു വ്യക്തിയെ പറ്റി, അല്ലെങ്കിൽ എന്തിനെങ്കിലും പറ്റി ഒരു കംപ്ലൈന്റ് ചെയ്യണം. പോലീസ് സ്റ്റേഷനിലേക്ക് പോകാനുള്ള സമയമില്ല, അല്ലെങ്കിൽ പേടിയാണ്. എന്ത് ചെയ്യുക? പോലീസ് സ്റ്റേഷനിൽ പോവാതെ നമുക്ക് എങ്ങനെ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാൻ പറ്റും? പറ്റും. അതിനായിട്ട് പോലീസ് സേനയുടെ ഒരു ആപ്പ് ഉണ്ട്. ആ പോൾ ആപ്പ് എന്നാണ് ആ ഒരു ആപ്പിന്റെ പേര്. പ്ലേ സ്റ്റോറിലുള്ളതാണ്. ആ പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതുവഴി നമുക്ക് ഓൺലൈനായിട്ട് തന്നെ നമുക്ക് ഒരാളെ പറ്റി, ഒരു ഓർഗനൈസേഷനെ പറ്റി, എന്തിനെ പറ്റിയും നമുക്ക് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാം. ആ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുമ്പോൾ എന്താണോ നിയമ നടപടികൾ നടക്കാൻ പോകുന്നത്, സെയിം പ്രൊസീജിയർ നിങ്ങൾ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്താലും മതി. കംപ്ലൈന്റ് അതേ പരിഗണനയോടെ അവരെടുത്ത് അടുത്ത സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും. ആപ്പ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, എങ്ങനെ നമുക്ക് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാം എന്നീ കാര്യങ്ങൾ മാത്രം നമ്മൾ ഈ വീഡിയോയിൽ നിന്ന് ഡിസ്കസ് ചെയ്യുന്നു. എന്തായാലും വീഡിയോയിലേക്ക് കടക്കല്ലേ? ശരി, ഓക്കെ. സോ വീഡിയോയിലേക്ക് കടക്കാം. ദിസ് ഇസ് ബാബു മധുസൂദനൻ. വെൽക്കം ടു മല്ലു ഹെൽപ്പ് ലൈൻ. സോ ഇതിനായിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ആദ്യമായിട്ട് നമ്മൾ പ്ലേ സ്റ്റോറിലേക്ക് പോവുക. പ്ലേ സ്റ്റോറിൽ പോയി സെർച്ച് എന്ന് പറയുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സെർച്ച് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ സെർച്ച് ചെയ്യുന്ന സ്ഥലത്ത് പോൾ ആപ്പ്, POL ആപ്പ് എന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് പോൾ ആപ്പ് കേരള പോലീസ് എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷൻ കാണുന്നതാണ്. ഇത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. സോ അത് ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇൻസ്റ്റാൾ ചെയ്ത് നമ്മൾ ഓപ്പൺ എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നു. സോ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആവും. ഈ ഓപ്പൺ ആവുന്ന സമയത്ത് നമുക്ക് ആദ്യം അതിന്റെ കുറച്ച് ഡെമോമാരൊന്ന് കാണിക്കും. ജസ്റ്റ് നമുക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. സ്കിപ്പ് ചെയ്തതിന് ശേഷം ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്ത് ഗെറ്റ് OTP എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന OTP എൻ്റർ ചെയ്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യുക. ഞാൻ കാണിച്ചു തരാം എന്തായാലും. ഓക്കെ. സോ നമ്മൾ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് OTP എൻ്റർ ചെയ്ത് വെരിഫൈ OTP ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ആപ്ലിക്കേഷൻ ലോഗിൻ ആവും. കുറച്ച് പെർമിഷൻസ് ചോദിക്കും. ആ പെർമിഷൻസ് ഒക്കെ ഓക്കെ കൊടുക്കുക. ആപ്പ് ലോഗിൻ ആവും. നമ്മൾ ഈ ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് വരിക. ഈ ആപ്ലിക്കേഷൻ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരൊറ്റ വീഡിയോയിൽ ഡീറ്റെയിൽസ് ആയിട്ട് കാണിക്കാൻ കഴിയില്ല. അത് ഒരുപാട് ലെങ്തി വീഡിയോ ആയി പോകും. അപ്പൊ എന്തായാലും നമ്മൾ ഇതിൽ മാക്സിമം ആവശ്യമുള്ള കാര്യങ്ങൾ ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് ജസ്റ്റ് കംപ്ലൈന്റ് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യാന്ന് മാത്രമാണ്. സോ മുകളിലത്തെ ഈ ഒരു സെക്ഷനിലെ സർവീസസ് എന്ന് പറഞ്ഞ ഡീറ്റെയിൽസ് കാണാം. ഇതല്ല, ഇവിടെ നമുക്ക് സൈഡിൽ താഴെ ടാബ് കാണുന്നത് സർവീസസിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ആ ഒരു പേജിലേക്ക് തന്നെയാണ് പോവുക. സോ ഇവിടെ നമുക്ക് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് തുണ സർവീസിൽ താഴെ കംപ്ലൈന്റ് രജിസ്ട്രേഷൻ എന്ന് കാണും. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വാണിംഗ് പോലെ കാണിക്കും. അതായത് ഇപ്പൊ ഞാൻ ഇവിടെ ലോഗിൻ ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന നമ്പർ യൂസ് ചെയ്തിട്ട് നമുക്ക് തുണ പോർട്ടലിൽ നമുക്ക് ഇതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമുക്ക് ഓൾറെഡി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ കുഴപ്പമില്ല. അല്ല, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഈ ഒരു നമ്പർ ഉപയോഗിച്ച് നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം എന്നാണ് കാണിക്കുന്നത്. സോ അതിലൊന്നുമില്ല, നമുക്ക് പ്രൊസീഡ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സോ പ്രൊസീഡ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം തന്നെ കാണിക്കുന്നു തുണ ലോഗിൻ എന്നാണ്. നിങ്ങൾക്ക് തുണ ലോഗിൻ, തുണയിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പാസ്വേഡ് ഇവിടെ കൊടുക്കുക. ആപ്ഷ കൊടുത്ത് സൈൻ ഇൻ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അഥവാ അക്കൗണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സോ ക്രിയേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൽ തുണയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ഓപ്ഷൻ വരും. സോ അതിൽ ആദ്യം ഫസ്റ്റ് നെയിം കൊടുക്കുക, പേരിന്റെ ലാസ്റ്റ് നെയിം കൊടുക്കുക. ഇമെയിൽ ID കൊടുക്കണം എന്നില്ല, മാൻഡേറ്റ് അല്ല. പാസ്വേഡ് കൊടുക്കുക, കൺഫേം പാസ്വേഡ് ചെയ്യുക. ക്യാപ്ഷ കോഡ് കൊടുത്ത് ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ആവുന്നതായിരിക്കും. സോ ഇത് കണ്ടില്ലേ, ഞാൻ അവിടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു. എന്നിട്ട് ക്രിയേറ്റ് അക്കൗണ്ട് കൊടുത്തപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വന്നു. ആ OTP എൻ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്തതും അക്കൗണ്ട് നമുക്ക് തുണയിൽ ക്രിയേറ്റ് ആയി. ഇപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞ ബട്ടണിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ അത് വീണ്ടും ലോഗിൻ പേജിലേക്ക് പോകും. അവിടെ നമ്മൾ ഇപ്പോൾ അവിടെ എന്താണോ പാസ്വേഡ് കൊടുത്തത് ആ പാസ്വേഡ് കൊടുക്കുക. ക്യാപ്ഷ കൊടുത്ത് സൈൻ ഇൻ എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഞാൻ തന്നെ ലോഗിൻ ചെയ്യാം. ലോഗിൻ നമ്മൾ ചെയ്താൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇങ്ങനെ ഒരു സെക്ഷൻ കാണിക്കും. കംപ്ലൈന്റ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞ സെക്ഷൻ കാണിക്കും. ഞാൻ ഓൾറെഡി ഒരു കംപ്ലൈന്റ് കൊടുക്കാത്തതുകൊണ്ട് അവിടെ ഒന്നും കാണിക്കുന്നില്ല. കൊടുത്താൽ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കും. ഇനി ന്യൂ റിക്വസ്റ്റ് എന്ന് പറഞ്ഞ താഴത്തെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആദ്യം ഇതിൽ കാണിക്കുന്നത് എന്താ വെച്ചാൽ യുവർ തുണ പ്രൊഫൈൽ ഈസ് നോട്ട് അപ്ഡേറ്റഡ് കംപ്ലീറ്റ്ലി. ടു യൂസ് ദി സർവീസ് പ്ലീസ് അപ്ഡേറ്റ് ദ പ്രൊഫൈൽ. ഓക്കെ, നമ്മൾ അപ്ഡേറ്റ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പൊ നമുക്ക് ആദ്യം നമ്മൾ പേരും ഡീറ്റെയിൽസ് മാത്രമേ കൊടുത്തുള്ളൂ. ഇനി നമുക്ക് ഇമെയിൽ ID, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, അങ്ങനെ ഡീറ്റെയിൽസ് ഒരുപാട് കൊടുക്കണം. സോ ആദ്യത്തെ പേര് താഴെ നമുക്ക് രണ്ടാമത്തെ ഇമെയിൽ ID ആണ് കൊടുക്കേണ്ടത്. അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണം. അതിനുശേഷം ജെൻഡർ, മെയിൽ ആണോ ഫീമെയിൽ ആണോ ട്രാൻസ്ജെൻഡർ ആണോ എന്ന ഡീറ്റെയിൽസ് കൊടുക്കുക. റിലേറ്റീവ്, ഏതെങ്കിലും റിലേറ്റീവിന്റെ പേര്, ആ റിലേറ്റീവിന്റെ ടൈപ്പ്, അച്ഛൻ, അമ്മ, ഭാര്യ, അങ്ങനെ ഡീറ്റെയിൽസ് കൊടുക്കാം. അതിനുശേഷം ഒരു ID കാർഡിന്റെ ടൈപ്പ് നമ്പർ കൊടുക്കുക. ഇതിൽ നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഞാൻ ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്തിട്ട് വരാം. ഓക്കെ, അവിടെ അത്രയും ഡീറ്റെയിൽസ് കൊടുക്കണം. അവിടെ ഒരു കാര്യം വിട്ടുപോയി, പ്രൊഫൈൽ ഫോട്ടോ ആഡ് ചെയ്യണം. ആഡ് ചെയ്തിട്ട് നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പ്രസന്റ് അഡ്രസ് എന്ന് പറഞ്ഞ സെക്ഷൻ വരും. ഇവിടെ നിങ്ങൾക്ക് കേരളത്തിലെ നിങ്ങളുടെ അഡ്രസ്സ് നിങ്ങളോട് എൻ്റർ ചെയ്യുക. മൊത്തത്തിൽ ഇപ്പോൾ കറന്റ് ആയിട്ടുള്ള അഡ്രസ്സ്, വീട്ടു നമ്പർ, വീട്ടുപേര്, ഏത് സ്ട്രീറ്റ് ആണ്, ഏത് ഏരിയ, വില്ലേജ് ഏതാണ്, പിൻകോഡ് എന്താണ്, ഏത് പോലീസ് ഡിസ്ട്രിക്റ്റിൽ ഏതാണ് വരിക, ഏത് പോലീസ് സ്റ്റേഷന്റെ പരിമിതിയിലാണ് വരിക.
ഇത്രയും ഡീറ്റെയിൽസ് കൊടുക്കുക. നിങ്ങളുടെ പ്രസന്റ് അഡ്രസ്സും പെർമനന്റ് അഡ്രസ്സും സെയിം ആണെന്നുണ്ടെങ്കിൽ ഇവിടെ താഴത്തെ ഈ ചെക്ക് ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് സബ്മിറ്റിലേക്ക് പോകും. അഥവാ സെപ്പറേറ്റ് ആണ്, വേറെ വേറെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെക്ക് ചെയ്യാൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടണിൽ കൊടുത്തു കഴിഞ്ഞാൽ പെർമനന്റ് അഡ്രസ് എൻ്റർ ചെയ്യാനുള്ള സെക്ഷനിലേക്ക് പോകുന്നതായിരിക്കും. അവിടെ ഇത്രയും ഡീറ്റെയിൽസ്, ഈ അഡ്രസ് കൊടുത്ത അത്രയും ഡീറ്റെയിൽസ്, നിങ്ങളുടെ പെർമനന്റ് അഡ്രസ് എന്താണോ അതും എൻ്റർ ചെയ്യാം. എന്നിട്ട് സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ പ്രൊഫൈൽ അപ്ഡേറ്റ് ആവും ഫുൾ ആയിട്ട്. ഞാൻ എന്തായാലും അത്രയും ഡീറ്റെയിൽസ് കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം ബാക്കി. സോ നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ നമുക്ക് കാണിക്കും സക്സസ്, അക്കൗണ്ട് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ആയി എന്ന് പറഞ്ഞത്. നമ്മൾ ഇതിൽ ഓക്കെ എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. സോ അത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ പേഴ്സണൽ ഇൻഫോ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുത്തല്ലോ, അവിടെ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള പേഴ്സണൽ ഇൻഫോം ഓട്ടോമാറ്റിക്കലി കോപ്പി ആയിട്ട് ഇതിൽ കാണിക്കും. ഞാൻ ഇതിലെ ഡീറ്റെയിൽസ് ഒക്കെ ബ്ലർ ചെയ്തിരിക്കുകയാണ്. എന്നാലും ഇങ്ങനെ നിങ്ങൾക്ക് മുഴുവനായിട്ട് കാണിക്കും. അതിനുശേഷം നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ പെർമനന്റ് അഡ്രസ് എന്ന് പറഞ്ഞ സെക്ഷനിലേക്ക് പോകുന്നതായിരിക്കും. സോ അവിടെ അവിടെ ഓൾറെഡി നമ്മൾ കൊടുത്തിരിക്കുന്ന അഡ്രസ് ഡീറ്റെയിൽസ് മൊത്തം ഇവിടെ വരും. അതിനുശേഷം പ്രസന്റ് അഡ്രസ്സും പെർമനന്റ് അഡ്രസ്സും സെയിം ആണോ എന്ന ഡീറ്റെയിൽസ് കൂടെ ചോദിക്കും. നമ്മൾ ആണെന്നുണ്ടെങ്കിൽ അത് എൻ്റർ ചെയ്ത് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് കൊടുത്ത പ്രസന്റ് അഡ്രസ് ഫില്ല് ചെയ്യണം. ആണെന്നുണ്ടെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്താൽ അടുത്ത സെക്ഷൻ സ്കിപ്പ് ആവുന്നതായിരിക്കും. ഞാൻ ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് കൊടുക്കുന്നു. ഓട്ടോമാറ്റിക്കലി നമ്മൾ കംപ്ലൈന്റ് ഡീറ്റെയിൽസിലേക്ക് പോകും. ഈ കംപ്ലൈന്റ് ഡീറ്റെയിൽസിൽ കംപ്ലൈന്റ് നേച്ചർ എന്ന് പറഞ്ഞ സെക്ഷനിൽ ഡ്രോപ്പ് ഡൗണിൽ നമുക്ക് എന്തിനെതിരെയുള്ള കംപ്ലൈന്റ് ആണ് നിങ്ങൾ കൊടുക്കുന്നത്. സൈബർ ക്രൈം ആണോ, വൈൽഡ് ലൈഫ് ആണോ, പബ്ലിക് സിവിൽ കേസ് ആണോ, അല്ലെങ്കിൽ പബ്ലിക് സാധാരണ ഒരാൾക്കെതിരെ, പോലീസ് ഓഫീസർക്കെതിരെ, ഏതെങ്കിലും ഒരു സ്ഥാപനത്തിനെതിരെ, ഫോറിനറിനെതിരെ, ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിനെതിരെ, ആർമി പാരാമിലിറ്ററി ഫോഴ്സിനെതിരെ, ഏതിനെതിരെയാണ് നിങ്ങൾ കംപ്ലൈന്റ് കൊടുക്കുന്നത് എന്ന് നിങ്ങൾ നോക്കുക. ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്റെ പേരിലാണ് കംപ്ലൈന്റ് കൊടുക്കുന്നതെങ്കിൽ പബ്ലിക് സർവന്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. സാധാരണ ആൾക്കെതിരെയാണ് കംപ്ലൈന്റ് പബ്ലിക് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്ലേസ് ഓഫ് ഇൻസിഡന്റ് ചോദിക്കും. ഇവിടെ നിങ്ങൾ ഏത് സ്ഥലത്താണ്, എവിടെയാണ് ഇഷ്യൂ നടന്നത്, ആ ഒരു ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുക. അതിനുശേഷം ഇപ്പൊ ഞാൻ ജസ്റ്റ് ഇവിടെ ഒറ്റപ്പാലം എന്ന് കൊടുക്കുകയാണ്. അതിനുശേഷം ഏത് പോലീസ് ഡിസ്ട്രിക്ട് ആണെന്ന് ചോദിക്കും. ഏത് പോലീസ് ഡിസ്ട്രിക്ട് ആണെന്ന് വെച്ചാൽ ഒറ്റപ്പാലം വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിന് താഴെയാണ്. പോലീസ് സ്റ്റേഷൻ ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷൻ തന്നെയാണ്. സോ ഞാൻ അത്രയും ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കാം. അതിനുശേഷം ചോദിക്കും ഓഫീസ് ടു ഫയൽ കംപ്ലൈന്റ്. ഇവിടെ ഏത് ഓഫീസിലാണ് നമ്മളോട് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്ന ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിലാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാം, അല്ലെങ്കിൽ വുമൻസ് സെൽ, എന്താണ് ഏത് ഓഫീസിലേക്ക് നിങ്ങൾക്ക് കംപ്ലൈന്റ് രജിസ്റ്റർ എന്ന് മാത്രമേ ചോദിക്കുന്നുള്ളൂ. റേഞ്ച് ഓഫീസിലാണോ, സബ് ഡിവിഷൻ ഓഫീസിലാണോ, ലോ ആൻഡ് ഓർഡർക്കാണോ, അങ്ങനെ ഏതിനാണ് നിങ്ങൾക്ക് നാർക്കോട്ടിക് സെല്ലാണോ കൊടുക്കേണ്ടത്. ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനാണ് കംപ്ലൈന്റ് കൊടുക്കുന്നത്, പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞ സെക്ഷൻ സെലക്ട് ചെയ്യാം. അത് കാണിക്കും അത് എന്താണ് നിങ്ങൾ സെലക്ട് ചെയ്തതെന്ന് കൺഫേം കൊടുക്കുക. അതിനുശേഷം ഡേറ്റ് അറിയുമെന്ന്, ഈ ഇഷ്യൂ നടന്ന ഡേറ്റ് അറിയിച്ചാൽ ഇവിടെ അറിയുന്നു കൊടുക്കുക. എന്നിട്ട് ഏത് ഡേറ്റ് ആണ്, ഏത് സമയത്താണ് ഇഷ്യൂ നടന്നു കൊടുക്കുക. അറിയില്ല വെച്ചാൽ അൺചെക്ക് ചെയ്തിട്ട് വെക്കുക. എന്നിട്ട് കംപ്ലൈന്റ് ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ എന്താണ് നിങ്ങളുടെ കംപ്ലൈന്റ് എന്നുള്ള ഡീറ്റെയിൽസ് ഒരു ഡിസ്ക്രിപ്ഷൻ ആയിട്ട്, ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല, നമുക്ക് ജസ്റ്റ് ഞാൻ എക്സാമ്പിൾ വേണ്ടി മാത്രം കൊടുത്താണ്. അത് നിങ്ങൾ ടൈപ്പ് ചെയ്തെടുക്കുക. ടൈപ്പ് ചെയ്തെടുത്ത ശേഷം സപ്പോർട്ട് ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞ സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു കംപ്ലൈന്റ് കൊടുക്കുന്നതിനായിട്ട് നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഡോക്യുമെന്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സപ്പോർട്ട് ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞ സെക്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഫയൽ ടൈപ്പില് ഡോക്യുമെന്റ്സ് എന്ന് സെലക്ട് ചെയ്തു. ഡോക്യുമെന്റ് എന്തിന്റെ ഡോക്യുമെന്റ് ആണ് നിങ്ങൾ അറ്റാച്ച് ചെയ്തത് കാണിക്കുക. അറ്റാച്ച് ഫയലിൽ ക്ലിക്ക് ചെയ്ത് മൊബൈലിൽ അറ്റാച്ച് ചെയ്യുക. നിങ്ങൾക്ക് ഡോക്യുമെന്റ്സ് വേണ്ടാന്നുണ്ടെങ്കിൽ അത് വിടുക. അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡോക്യുമെന്റ് ഇവിടെ താഴെ കാണിക്കുന്നതായിരിക്കും. ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്തിട്ട് നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് റെസ്പോണ്ടന്റ് ഡീറ്റെയിൽസിൽ പോകും. അതായത് നിങ്ങൾ ആർക്കെതിരെയാണോ കംപ്ലൈന്റ് കൊടുക്കുന്നത് അവരുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാമോ എന്നാണ് ചോദിക്കുന്നത്. അറിയാമെങ്കിൽ ആ ഡീറ്റെയിൽസ് എന്ന പേരിൽ ക്ലിക്ക് ചെയ്യുക. റെസ്പോണ്ട് ഡീറ്റെയിൽസിൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നോൺ എന്ന് കൊടുക്കാം. അവരുടെ പേര്, ജെൻഡർ, മൊബൈൽ നമ്പർ, ഡീറ്റെയിൽസ്, ഇങ്ങനെ ഒരുപാട് ഡീറ്റെയിൽസ് ഇതിൽ കാണിക്കും. അത്രയും ഡീറ്റെയിൽസ് കൊടുക്കാം. നിങ്ങൾക്ക് അറിയില്ല എന്നാണെങ്കിൽ അൺനോൺ എന്ന് പറഞ്ഞ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് അവരുടെ ഡീറ്റെയിൽസ് അറിയില്ലെങ്കിൽ അത് വിടേണ്ട ആവശ്യമില്ല. അത്രയും ഡീറ്റെയിൽസ് കൊടുത്തിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യാം. ബാക്കിയുള്ളത് നമ്മുടെ കംപ്ലൈന്റ് രജിസ്റ്റർ ആയി കഴിഞ്ഞ ശേഷം ഡീറ്റെയിൽസ് ചെക്ക് ചെയ്ത് പോലീസ് സ്റ്റേഷൻ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്തിട്ട് അവസാനം സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ആവുന്നതായിരിക്കും. ഞാൻ ഈ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുന്നില്ല. ഓക്കെ, ഞാൻ ഇപ്പൊ ബാക്ക് പോവാണ്. വൺസ് നിങ്ങൾ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പാതിയിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഡ്രാഫ്റ്റ് എന്ന് പറയുന്ന സെക്ഷനിൽ നിങ്ങൾക്ക് യാതൊരു കംപ്ലൈന്റ് കാണും. നിങ്ങൾ സബ്മിറ്റ് ചെയ്ത കംപ്ലൈന്റ് ഇവിടെ നമുക്ക് ഈ ഒരു സെക്ഷനിൽ സബ്മിറ്റ് ചെയ്ത കംപ്ലൈന്റ് കാണിക്കുന്നതായിരിക്കും. ഞാൻ എന്തായാലും ബാക്ക് പോവാം. ഇനി കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തു. ഇനി നമുക്ക് എഫ്ഐആർ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം. എഫ്ഐആർ നമ്പർ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് കൊടുത്ത് ഇവിടെ നമുക്ക് ഡീറ്റെയിൽസ് നമുക്ക് കൊടുക്കാം. എഫ്ഐആർ നമുക്ക് ഇതിൽ തന്നെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ഓൺലൈൻ ആയിട്ട്, അതായത് പോലീസിന്റെ ഈ ഒരു പോൾ ആപ്പിലൂടെ നമ്മൾ ഒരു ഓൺലൈൻ ആയിട്ട് നമ്മൾ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യേണ്ട മെത്തേഡ് ഇതാണ്. പോലീസ് സ്റ്റേഷനിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് തന്നെ ഓൺലൈൻ ആയിട്ട് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇതിലെ മൊത്തം സർവീസസിനെ കുറിച്ച് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഞാൻ ഇതിന്റെ ചില സർവീസസ് ആയിട്ട് വേണമെങ്കിൽ വേറെ വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു വീഡിയോയിൽ ഇത്ര മാത്രമേ ഉള്ളൂ.
ഓക്കെ, സോ വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമുക്ക് വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വീഡിയോക്ക് താഴെ കമന്റ് ആയിട്ട് അറിയിക്കാവുന്നതാണ്. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.